Hi friends, welcome back to another new video of IBD 3D vs GTA 5. അപ്പോൾ IBD 3D vs GTA 5ൻ്റെ രണ്ടാമത്തെ പാർട്ടാണ്. വെയിറ്റ് നമ്മുടെ ഗെയിമിൽ നമുക്ക് മാത്രമേ ഉള്ളൂ ഡിഫൻഡർ എന്ന് പറഞ്ഞ കാറ്. ഫോർച്യൂണർ ഓടുന്ന ഈ ഗെയിമിൽ പുതിയ അപ്ഡേറ്റ് വന്നു ഗൈസ്. ഇപ്പോഴാണ് ഞാൻ കാണുന്നത്, തെട്ടുതലേ ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. ലെജൻഡ് ഫോർച്യൂണറൊക്കെ നമ്മുടെ റോഡിൽ ഓടുന്നു. പണ്ട് എന്താണ് കൊഗിനിസ് എന്ന് പറഞ്ഞൊരു വണ്ടി കുറേ അപ്ഡേറ്റ് വന്നു, നമ്മുടെ ഇറങ്ങുന്നതിലൊക്കെ നല്ല അപ്ഡേറ്റ് വന്നു. ഇപ്പം നമുക്ക് ഇവിടെ നിന്നൊക്കെ വണ്ടി ഇങ്ങനെ മോഷ്ടിക്കുന്ന രീതിയിലൊക്കെ എടുക്കാൻ പറ്റും. അതിപ്പോഴാണ് ഞാൻ അറിയുന്നത്. നല്ല അപ്ഡേറ്റ്സ് ഒക്കെ കുറേ വന്നപ്പോൾ ഈ ഗെയിം എന്തുകൂടി ഇതാണ് കൊഗിനിസ് എന്ന് പറഞ്ഞ വണ്ടി. ഇപ്പോൾ ഗ്ലിച്ചും കൂടി. അയ്യോ ഇതെന്തുവാണ് ഗ്ലിച്ച് കാരണം വയ്യ. അപ്പോൾ ഇപ്പോൾ നല്ലത് സംഭവിച്ച് പണ്ട് ഇയാൾ ചാവുമെന്ന് തോന്നുന്നു. പണ്ട് കുറേ സൂപ്പർ കാർസ് ലംബോർഗിനി, ബുഗാട്ടി, എവിടെ സൗണ്ട് കേൾക്കുന്നത്, ലംബോർഗിനി, ബുഗാട്ടി, കൊഗിനിസ്, ഓഡി ക്യൂട്ടി അതൊക്കെയാണ് ഇവിടെ കറങ്ങി. ഇപ്പോൾ ഇതേപോലത്തെ കാർ നമ്മുടെ നോർമൽ ഇന്ത്യൻ കാർസൊക്കെ ഇവിടെ കിടക്കാൻ തുടങ്ങി. ഇതിൻ്റെ ഗ്ലിച്ചിൽ നിന്ന് നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള കളർ മാറ്റിയിടാം. ഇപ്പോൾ RGB ആയിട്ട് ഇയാളങ്ങ് പോട്ടെ. അപ്പോൾ ഇനി നമുക്കെങ്കിൽ ഡിഫൻഡർ എടുത്തുകൊണ്ട് തന്നെ പോവാം. കാരണം എൻ്റെ മറ്റേ വണ്ടി എന്ന് പറയുന്നത് ഞാൻ പെട്രോൾ പമ്പിൻ്റെ ജോലിക്ക് പോയിട്ട് വന്നപ്പോൾ ഉള്ള ഒരു വണ്ടിയായിരുന്നു. ഇതൊന്ന് ഡിഫൻഡർ നല്ല വണ്ടിയാണ്. നമുക്ക് ഡിഫൻഡർ ബ്ലാക്ക് കളർ ഇടാം. കാരണം ഇപ്പോൾ കുറേ ഗ്ലിച്ചും വന്ന് കുറേ അപ്ഡേറ്റും വന്നു. അപ്പോൾ ഇതാണ് മെയിൻ അപ്ഡേറ്റ് ഞാൻ ആദ്യം പറയാനിരുന്നത്. ഞാൻ ഇപ്പോൾ സ്റ്റോറി ആണെങ്കിലും സ്റ്റോറി മോഡാണ് ഇടുന്നെങ്കിലും അപ്ഡേറ്റ് പറഞ്ഞാൽ നമ്മുടെ കയറുന്നതിൻ്റെ ഇത് കൂടി, കയറുന്നതിൻ്റെ ആനിമേഷൻ കൂടി. അത് മാത്രമല്ല നമ്മുടെ സംഭവമില്ലേ, എന്തുവെന്നല്ലേ, ഇവിടെ കുറേ ന്യൂ വെഹിക്കിൾസ് ഇപ്പോൾ NPCകൾ ഓടിക്കാൻ തുടങ്ങി. അപ്പോൾ നമുക്കിപ്പോൾ പോകേണ്ടത് എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ പോലീസ് സ്റ്റേഷനിലായിരുന്നു പോകേണ്ടത്. കാരണം നേരത്തെ ഒരു സോമൻ എന്ന് പറഞ്ഞ ഇൻസ്പെക്ടർ തന്നെ വിളിച്ചിട്ട് പറഞ്ഞ് IBD 3D ഇപ്പോൾ എന്താണ് നമ്മുടെ ഇടിക്കല്ലേ IBD 3D ഇപ്പോൾ GTA 5 മൈക്കിളിട്ട് അവരും ഫ്രാങ്ക്ലിനും നേരത്തെ ഇവിടെ ഷൂട്ട് ഔട്ട് നടത്തിയായിരുന്നു. അപ്പം ഞാൻ പെട്രോൾ പമ്പിൽ ജോലി ചെയ്യുന്നതുകൊണ്ട് അവിടുത്തെ ആൾക്കാർ അവിടെ അനങ്ങാതിരിക്കാൻ വേണ്ടി പറഞ്ഞു. അയ്യോ എൻ്റെ അമ്മ ഇവിടെ വെയിറ്റ് ഇവിടെ എന്തൊക്കെയോ പുതിയ അപ്ഡേറ്റ് വന്ന നമ്മുടെ എയർപോർട്ടിൽ എന്തോടെ ഇത് കുറേ കുത്തുബ് മിനാർ കൊടുത്ത സാധനമൊക്കെ അവിടെ ഇരിക്കുന്നത്. അടുത്ത ഡിഫൻഡർ വന്നെങ്കിൽ ഈ ഡിഫൻഡർ മാറ്റിയിട്ട് നമുക്ക് ആ ഡിഫൻഡർ എടുക്കാം. ഈ ഡിഫൻഡർ പൊളിഞ്ഞു പോയി. ഓക്കെ, നമ്മുടെ എയർപോർട്ട് നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് പറഞ്ഞാൽ സൂപ്പറായിരുന്നു. അപ്പോൾ വെയിറ്റ് ആണ് ഇതിൻ്റെ എല്ലാം നമ്മുടെ GTA 5 പോലത്തെ രീതിയിൽ തന്നെ നല്ല സൂപ്പറായിട്ടാണ് ഇവരിപ്പോൾ ആക്കിയത്. ഈ ആനിമേഷനൊക്കെ ഇപ്പോൾ കൂടി. അപ്പം RGS രോഹിത് ഗെയിമിംഗ് സ്റ്റുഡിയോയ്ക്ക് നമുക്ക് നല്ലൊരു ക്ലാപ്പൊക്കെ കൊടുത്ത് എഗ്രി ചെയ്യാൻ പറ്റും. നമ്മുടെ എയർപോർട്ടിൻ്റെ ലുക്ക് കണ്ടോ, വേറെ ലെവൽ എയർപോർട്ടായിട്ടുണ്ട്. അപ്പോൾ ഈ അപ്ഡേറ്റൊക്കെ വേണമെങ്കിൽ ഞാൻ ലിങ്ക് ഒന്നും കൊടുത്തിട്ടില്ല, കാരണം ഇത് നോർമൽ അപ്ഡേറ്റാണ്. എയർപോർട്ടിൻ്റെ അകത്ത് എനിക്ക് കയറാൻ പറ്റത്തില്ല. ഇവിടെ അടുത്ത പ്ലെയിൻ വന്നിട്ട് നമ്മുടെ ഓടിക്കുന്ന പ്ലെയിനാണ്. അപ്പോൾ നമ്മുടെ ഗെയിം നല്ലപോലെ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ അപ്ഡേറ്റ്സൊക്കെ നിങ്ങൾ കണ്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം. അപ്പോൾ നമ്മുടെ വീട്ടിൽ ജസ്റ്റ് ഒന്ന് പോയി നോക്കാം, പോലീസുകാരും വിളിച്ചെങ്കിലും. നമ്മുടെ വീട്ടിൽ ചേഞ്ച് വലുതായിട്ട് ഒന്നോന്ന് പറഞ്ഞൂടാ. നമ്മുടെ മറ്റേ പഴയ ഡിഫൻഡർ കിടപ്പുണ്ട്, ഈ ഡിഫൻഡറും ഉണ്ട്. അപ്പോൾ ഈ ഡിഫൻഡർ ഇവിടെ പാർക്ക് ചെയ്യാം. ഇടിച്ച് പൊളിഞ്ഞ് ഈ ആനിമേഷൻ ഇഷ്ടപ്പെട്ടു എനിക്ക്. കാരണം GTA പോലെയാണ്. GTA ഇച്ചിരി കൂടി ഫാസ്റ്റാണ്, ഇതിലിപ്പോൾ ഇച്ചിരിയും കൂടി ഫാസ്റ്റ് ആയിട്ടുണ്ട്. വീട്ടിൽ വല്ലതും ചേഞ്ച് വന്നാൽ എനിക്ക് നോക്കണ്ട, കാരണം ഇപ്പോൾ നിറയെ അപ്ഡേറ്റ്സൊക്കെ വന്നല്ലോ. എനിക്ക് ഒരു കാര്യം ചെയ്യണമെന്ന് ഫ്രണ്ട്സ്, ഞാൻ പെട്ടെന്നൊന്ന് കാണിച്ചു തരാം. ഞാൻ മോഡ് ഓൺ ചെയ്തിട്ട് വെയിറ്റ് അയ്യോ ഓണും ആവുന്നില്ല. ഇനി ഈ സെറ്റ് എടുക്കാൻ പറ്റുമോ? ഇല്ല ഗൈസ്, ഗെയിമിലുള്ള ആ നോർമൽ സാധനം നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. സോ നമ്മൾ നമ്മുടെ നോർമൽ ഡിഫൻഡർ എടുത്തുകൊണ്ട് പോവുകയാണ്. കാരണം ഇപ്പോൾ പോലീസുകാരൻ മറ്റേ സുഗുണൻ എന്ന് പറഞ്ഞ സോമൻ വിളിച്ചായിരുന്നു. സോമൻ പോലീസുകാരൻ ഇപ്പോൾ കുറച്ച് റിപ്പോർട്ട്സൊക്കെ കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്തുവാന്ന് നമുക്ക് നോക്കണം. അവിടെ ഫോർച്യൂണർ പോകുന്നു. അത് നമ്മുടെ എയർപോർട്ട് അപ്ഡേറ്റ് സൂപ്പറായിരുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഇപ്പോഴും ഉണ്ടെങ്കിൽ ജസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ മാത്രമല്ല ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ലൈക്കും കൂടി ചെയ്യുക ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ എത്തിയാൽ ഇപ്പോഴും ഒരു പോലീസുകാരനേ ഉള്ളൂ, അത് വേറെ കാര്യം. അപ്പം നമുക്ക് ചെന്നിട്ട് സോമൻ സാറിൻ്റെ അടുത്ത് ചോദിച്ചു നോക്കാം. സോമൻ സാർ പറയൂ. സോമൻ സാർ നേരത്തെ എന്നെ വിളിച്ചായിരുന്നല്ലോ, എന്താണെന്ന് പറ സോമൻ സാർ, ലേറ്റാക്കാതെ പറയൂ സാർ.
നിന്നെ വിളിച്ചതിന് പ്രത്യേകിച്ച് കാര്യമൊന്നും നിനക്ക് മനസ്സിലായില്ലേ? GTA 5 വേഴ്സസ് IBD3യുടെ വാദം എപ്പോൾ വേണമെങ്കിലും നടക്കാമെന്നാണ് ഗവൺമെൻറ് എഗ്രി കൊടുത്തേക്കുന്നത്. അപ്പോൾ ഞാൻ മാത്രമേ ഇവിടെ പോലീസിലുള്ളൂ. സോ നീ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തേ പറ്റൂ CJ. അപ്പോൾ നിൻ്റെ ഹെൽപ്പ് ഞങ്ങൾക്ക് വേണം. അപ്പോൾ നീ സിറ്റി വിട്ടൊന്നും പോകരുത്. കാരണം നിന്നെ അവിടുത്തെ ടെററിസ്റ്റുകൾ എപ്പോൾ വേണമെങ്കിലും കൊല്ലാം. കാരണം നീ ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ. യു ആർ എ VIP. സോ ഡോണ്ട് ഗോ ഔട്ട് ഓഫ് ദ സിറ്റി. ഓക്കെ സാർ, ഓക്കെ, എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പുറത്തായിട്ടൊന്നും പോകുന്നില്ല. കാരണം ഞാനിപ്പോൾ GTA 5 ആൾക്കാരുമായിട്ട് വിളിച്ചിട്ടൊക്കെ പറയുന്നു നിങ്ങളുടെ വാർ സ്റ്റോപ്പ് ചെയ്യാൻ. പക്ഷെ അവർ സ്റ്റോപ്പ് ചെയ്യത്തിലാണ്. അവർ വലിയ ഗാങ്സ്റ്റേഴ്സൊക്കെ ആണല്ലോ. ഇന്ത്യയിലോട്ട് അവരിപ്പോൾ ബോംബ് ഇടണമെന്ന് ചോദിച്ചാൽ മതി. യെസ് ദാറ്റ് ഐ ആം ഓൾസോ സ്കെയർഡ് ബിക്കോസ് GTA 5 ആൾക്കാർ ഇച്ചിരി ക്രൂവലാണ്. അവരെപ്പോൾ വേണമെങ്കിലും ആറ്റം ബോംബ് ഇടാൻ സാധ്യതയുണ്ട്. സോ മിസ്റ്റർ CJ, നിങ്ങൾക്ക് ഞാൻ ഒരു പദവി തന്നു. നമ്മുടെ പോലീസ് ഓഫീസേഴ്സിൽ തന്നെ നിങ്ങളൊരു സീക്രട്ട് ഏജൻ്റാണ്. യൂണിഫോം നിങ്ങൾക്കില്ല. നിങ്ങളുടെ ഒരു പോലീസ് യൂണിഫോം ടൈപ്പിലൊരു ഡ്രസ്സില്ലേ, ഹുഡി, അതെടുത്തിട്ടുകൊണ്ട് നിങ്ങളിവിടെ നമ്മുടെ പോലീസ് ജീപ്പിൽ തന്നെ കറങ്ങണം. SUV പോലീസ് ജീപ്പ് ഉണ്ടല്ലോ, അതിൽ തന്നെ കറങ്ങണം. നിങ്ങൾക്ക് എൻ്റെ നമ്പറില്ലേ? യെസ് സാർ, ഉണ്ട് സാർ. അപ്പോൾ നീ എൻ്റെ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അപ്പോൾ തന്നെ വിളിക്കുക. നീ എഗ്രി ആണോ? യെസ് സാർ, എനിക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം എനിക്ക് അവരുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ ഇപ്പോൾ എന്തെങ്കിലും കറൻ്റ്ലി മിഷൻസ് അവൈലബിൾ ആണ്? കറൻ്റ്ലി മിഷൻസ് എന്ന് ചോദിച്ചാൽ നമ്മുടെയും GTA-യുടെയും IBD3D ഇന്ത്യൻ ബൈക്ക് 3Dയുടെയും ഗ്രാൻഡ് തെഫ്റ്റ് ഓട്ടോ 5ൻ്റെ ഒരു ചാരനുണ്ട്. അയാളുടെ പേര് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ, രാജു എന്നെങ്ങാണ്ടാണ്. അയാളെ നീ പിടിക്കണം. കാരണം അയാൾ ആണ് ചോർത്തി കൊടുക്കുന്നത് നമ്മുടെ യുദ്ധത്തിൻ്റെ പ്ലാനൊക്കെ. അപ്പോൾ ഇന്ത്യയെ രക്ഷിക്കാൻ നീ എന്തായാലും അയാളെ പിടിച്ചിരിക്കണം. നമ്മൾ അയാളെ പിടിക്കാൻ കുറേ നോക്കി, പക്ഷെ പറ്റിയില്ല. അതെൻ്റെ കുഴപ്പമല്ല. കാരണം ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ, ഇൻസ്പെക്ടറായിട്ട് ഞാനേ ഉള്ളൂ, വേറെ ഒരു കോൺസ്റ്റബിളും ഇല്ല. സോ നിൻ്റെ ഹെൽപ്പ് ഞങ്ങൾക്ക് ഹൈലി ഇമ്പോർട്ടൻ്റ് ആണ്. സോ യു നീഡ് ടു ഹെൽപ്പ് അസ്. ഞാൻ എന്തായാലും ഹെൽപ്പ് ചെയ്യാം സാർ, അതാണ് എൻ്റെ കടമ. കാരണം ഞാൻ ഇവിടെ താമസിക്കുന്ന ആളല്ലേ. ഓ താങ്ക് യു. അതുമാത്രമല്ല CJ, നീ നിൻ്റെ കൂട്ടുകാരൻ ഒരു സുഗുണൻ എന്ന് പറഞ്ഞ നിങ്ങൾക്കൊരു കൂട്ടുകാരനല്ലേ, അവന് വെപ്പൺസ് വിൽക്കുന്ന സംഭവം കണ്ടില്ലേ? അപ്പോൾ നീ അവനെ പോയി കാണണം ഇപ്പം തന്നെ. ഓക്കെ CJ? ഓക്കെ സാർ, ഞാൻ ഐ എം റെഡി ഫോർ ദിസ് ബിഗ് ഫൈറ്റ്. അപ്പോൾ നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാലേ നമുക്ക് IBD3D വേഴ്സസ് GTA 5ൻ്റെ അടുത്ത വീഡിയോസ് ഇടാൻ പറ്റൂ. അപ്പോൾ ലെറ്റ്സ് പ്രൊസീഡ് ആൻഡ് ഗോ. ആൻഡ് നമുക്കിപ്പോൾ നോക്കണം, നമുക്കിപ്പോൾ കുറേ ആൾക്കാരെ അറ്റാക്ക് ചെയ്യുകയാണല്ലോ നമ്മുടെ നാട്ടിൽ. അപ്പോൾ നമുക്ക് രക്ഷിക്കാം. ഐ എം റെഡി സാർ. അപ്പോൾ എനിക്ക് എന്ത് യൂണിഫോം ആയിരുന്നു ഇടേണ്ടത്? മറ്റേ എൻ്റെ പോലീസ് ടൈപ്പ് യൂണിഫോം. ഓക്കെ സാർ, ഐ എം റെഡി. അപ്പോൾ ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് സോമൻ സാറിൻ്റെ അടുത്തുനിന്ന്. ജയിലിലും ആരുമില്ല, അവരൊക്കെ GTA 5 ആൾക്കാരാണ് തുറന്നു വിട്ടത്. നമുക്ക് മേളിൽ പോയി ഡ്രസ്സ് ഇട്ടിട്ട് വരാം. ആൻഡ് സോ ഓൺ. അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട്. മാസ്ക് ഇടണമെന്ന് തോന്നുന്നു. കാരണം നമ്മൾ ചാരനായിട്ടല്ലേ വന്നത്. നമ്മളപ്പോൾ ഫുൾ അറിയാത്ത രീതിയിൽ ഇങ്ങനെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോലീസ് കാർ എവിടെയാണ്? അത് ഞാൻ പറഞ്ഞില്ലേ, നിൻ്റെ കൂട്ടുകാരൻ ഷുഗുണൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. അവൻ്റെ അടുത്ത് പൊയ്ക്കോളൂ. അവൻ മറ്റേ നമ്മുടെ ടൗൺഷിപ്പിലുണ്ട്, IBD3D ടൗൺഷിപ്പിൽ. ശരി സാർ. ഓക്കെ നമുക്കപ്പോൾ സുഗുണൻ്റെ അടുത്ത് പോകണം. അപ്പോൾ എന്നാലേ നമുക്ക് പോലീസ് ജീപ്പ് കിട്ടൂ. അപ്പോൾ ഇപ്പോൾ ഒരു ചാരം പോലീസായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നന്നായിട്ട് വർക്ക് ചെയ്യണം. ഞാനിപ്പോൾ കുറേ ജോബ്സിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു, ഗവൺമെൻറ് ജോബ്സ്, പക്ഷെ ഒന്നും കിട്ടിയില്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ പോലീസ് ചാരനായിട്ടുണ്ട്. അയ്യോ ഇടിക്കല്ലേ, അയ്യോ. ഗൈസ്, വേറെ ടൈപ്പ് കഥയൊന്നുമില്ലേ? എനിക്കതിനെ ഫോളോ ചെയ്യണം. കാരണം നമ്മുടെ IBD3 എനിക്ക് അപ്ഡേറ്റ്സ് കാണിക്കാൻ സമയമില്ല എന്നതുകൊണ്ടായിരുന്നു ഫ്രണ്ട്സ്. ഞാൻ അടുത്ത വേറൊരു വീഡിയോ അപ്ഡേറ്റിന് വേണ്ടി ഇടുന്നുണ്ട്. അയ്യോ നിൽക്കി അയ്യോ കാത് പോയാ? റെഡ് കളർ കാർ എവിടെ? അതാ. ഇതേത് കാർ? വേറെ ടൈപ്പ് കാർ. എൻ്റെ അമ്മ കുറേ അപ്ഡേറ്റ്സിൽ കുറേ കാർ. ഇത് ഏത് കാറാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവിടെ നല്ല പച്ച കളർ കാർ കിടക്കുന്നു. നമ്മൾ ചാര പോലീസായാലും കുഴപ്പമില്ല, ഇതൊക്കെ നമ്മൾ കണ്ടുപിടിച്ചെടുക്കണം. സോ നിൽക്കിയെന്നെ പറഞ്ഞേ. അത് കൊള്ളാം. അപ്പം നമുക്ക് റെഡ് കാർ എടുത്തുകൊണ്ട് പോവാന്ന്. ഞാൻ ചാര പോലീസാണ്. ഹാൻഡ്സപ്പ് മര്യാദയ്ക്ക് ഇറങ്ങിക്കോണം. അയ്യോ സാറേ, ഞാൻ ഇറങ്ങാം. അങ്ങനെ വഴിക്ക് ഇറങ്ങ്. ഇത് ഏത് കാറാണ് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾക്ക് അറിയാമെങ്കിൽ പറഞ്ഞു തരും. അവിടെ വേറെ കാർ. എനിക്ക് ആ കാറാണ് ഇഷ്ടപ്പെട്ടത്. ഞാൻ ആ കാറൊന്ന് എടുക്കട്ടെ ഫ്രണ്ട്സ്.
ഇപ്പം നമ്മുടെ ആൾക്കാരൊക്കെ ഹൈടെക് ആയിട്ടുണ്ട്. അവർ നമ്മളെ നന്നായിട്ട് ഇടിക്കാനൊക്കെ വരും. ഇവർ പക്ഷെ ഇങ്ങനെ കിടക്കുമ്പോൾ നമ്മുടെ ആനിമേഷനൊക്കെ നല്ല സൂപ്പറായിട്ടുണ്ട്. ഇപ്പം ഇങ്ങനെ വളഞ്ഞു പോകാനൊക്കെ അവർക്ക് അറിയാം. വളഞ്ഞു പോയില്ല. ഇവിടുത്തെ ആൾക്കാർക്ക് വലിയ ബുദ്ധിയൊന്നും ഇല്ല. ഇതും സൂപ്പർ കാർ കേട്ടോ. ബ്ലാക്ക് കളർ ഇടാം. അപ്പോൾ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണം. ഞാനൊരു ലൈക്ക് ടാർഗറ്റൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ സുഗുണൻ്റെ വീട്ടിൽ പോവാം. ഓക്കെ ലെറ്റ്സ് പ്രൊസീഡ് ആൻഡ് ഗോ. നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഫൈനലി നമ്മുടെ സുഗുണൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. സുഗുണനാണ് നമുക്ക് കാത് തരാമെന്ന് പറഞ്ഞത്. സുഗുണൻ്റെ വീട് എവിടെ എന്നടേ മറന്നും പോയി. അയ്യോ ഇടിക്കല്ലേ, അതാണ്ട് ഈ വെള്ള വീടാണ്. അയ്യോ അല്ലല്ലോ, അയ്യോ അവൻ്റെ ഗ്യാരേജിൽ കൊണ്ട് തന്നെ ഇടിച്ച്. ഇത് സുഗുണൻ്റെ ഭാര്യ. ഇത് സുഗുണൻ്റെ ഭാര്യയിൽ കാർ ഡീലറിൻ്റെ ഭാര്യയാണ്. ഇവർക്ക് എന്താണ് പറ്റിയത് പറഞ്ഞിവിടെ നമുക്ക് നോക്കാം. സുഗുണൻ എവിടെയാണ് കാർ? ഫ്രണ്ട്സ്, ഞാൻ ഇവിടെയൊക്കെ പരതി, പക്ഷെ സുഗുണനെ കാണുന്നില്ല. സുഗുണനെ നമുക്ക് വിളിച്ചു ചോദിക്കാം. നമുക്ക് വിളിക്കാം സുഗുണനെ. നമുക്ക് വിളിക്കാം. ഇതെന്താണ്? ഓക്കെ വിളിക്കാം. ഗൈസ് വിളിച്ചിട്ട് കിട്ടിയില്ല. സോ എൻ്റെ ഫോൺ എന്തോ പ്രശ്നമുണ്ട്. ഫോണിൻ്റെ പ്രശ്നമല്ല, ഇവിടെ നെറ്റില്ല. കാരണം GTA 5 ആൾക്കാർ നമ്മുടെ നെറ്റിൻ്റെ സംഭവമൊക്കെ പൊട്ടിച്ചു കളഞ്ഞു. അവർ ഭയങ്കര വലിയ ആൾക്കാരും ടീംസും ആയതുകൊണ്ട് അവരെല്ലാം പൊട്ടിച്ചു. എന്ത് ചെയ്യാൻ പറ്റും? അപ്പം നമുക്ക് ഇപ്പം കണക്ട് ആയി. ഹലോ കേൾക്കാവടാ നിനക്ക്? ഹലോ ആളോ ഞാനത് CJ. നീ എന്തോ സുഗുണനല്ലേ സംസാരിക്കുന്നത്? അത് എന്തോ ഞാൻ മറ്റേ സോമൻ പോലീസുകാർ വന്ന് നിൻ്റെ വീട്ടിലാണ് പോലീസുകാർ കിടക്കുന്നത്. ഞാൻ ഇപ്പോൾ സീക്രട്ട് ഏജൻറ്റ് പോലീസല്ലേ. അത് പറയാൻ മറന്നു പോയടാ. അത് എൻ്റെ ഗ്യാരേജിൻ്റെ ബാക്കിൽ കിടപ്പുണ്ട്. ശരിടാ, ഞാനിവിടെ ഒരു എക്സ്പെരിമെൻറ്റ് നിൽക്കുവാണ്. ഞാൻ സയൻറ്റിസ്റ്റിൻ്റെ കോഴ്സിന് പോയതുകൊണ്ട് എക്സ്പെരിമെൻറ്റ് നിൽക്കുവാടാ. ശരി പിന്നെ വിളിക്കാമെന്ന്. ഓക്കെ, അപ്പോൾ അവനെ നിർത്തി. എവിടെയാണ് കാറെന്ന് നോക്കാം. ഇതാണ് ഗൈസ്. SUV പോലീസ് കാറാണ്. ഇതാണ് അപ്പം നമ്മുടെ കാർ. ഇനി മുതൽ അകത്ത് നോക്കട്ടെ. അകത്ത് വലിയൊരു ഗൂഗിൾ മാപ്പൊക്കെ ഉണ്ട് ഗൈസ്. അപ്പം നമുക്കിനി പേടിക്കണ്ട. GTA 5 മാപ്പ് ഇതിൽ കാണിക്കാം. അപ്പം നമുക്ക് GTA 5 പോയിട്ട് അവരെ അറസ്റ്റൊക്കെ ചെയ്യാൻ ഇത് ഉപയോഗപ്പെടുമായിരിക്കും. അപ്പോൾ ഈ കാർ ഇവിടെ കിടക്കട്ടെ. ഞാൻ വിളിച്ച് പറഞ്ഞേക്കാം അവനെ ഇതെടുത്ത് എൻ്റെ വീട്ടിൽ കൊണ്ട് ഇടാൻ. ആ കാർ നല്ല നൈസ് കാറാണ്. അപ്പോൾ ഇനി നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നമ്മുടെ ജോലി എടുക്കാം. ഗൈസ് ഇതിവിടെ കുടുങ്ങിയോ? ഇനി ഞാൻ എന്തെങ്കിലും ചെയ്യും ഗൈസ്. പോലീസായിട്ട് അപ്പം തന്നെ കൊണ്ടുപോയി ഇടിച്ച് പണി പാളി. ഞാനിപ്പോഴേ പോലീസുകാരുടെ ചീറ്റ് കോഡ് നമുക്ക് സുഗുണൻ അയച്ചു തന്നിട്ടുണ്ട്. ഇതടിയുമ്പോൾ ഈ പോലീസുകാർ വരും. അപ്പോൾ നമുക്കിതെടുത്തുകൊണ്ട് പോവാം ഗൈസ്. പ്രൊസീഡ് ആൻഡ് ഗോ. നമുക്ക് വേഗം പോകണം, ടൈമും ഇല്ല. കാരണം ഇപ്പോൾ കുറേ കള്ളന്മാർ ഈ നാട്ടിലുണ്ട്. അപ്പോൾ കള്ളന്മാരെയൊക്കെ പിടിക്കാൻ നിങ്ങൾ സഹായിക്കണം. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ആ ലൈക്ക് ബട്ടൺ അമർത്തുക, എന്നിട്ട് സബ്സ്ക്രൈബ് ബട്ടണും കൂടി അമർത്തുക. അമർത്തിയ ആൾക്കാർ അമർത്തണ്ട. അപ്പോൾ ഡിസ്ലൈക്ക് ആയി പോവും, ഡിസ്കമൻ്റ് ആയി പോവും. അപ്പോൾ നമുക്ക് നേരെ പോവും. അയ്യോ ഈ കാറാണ് എനിക്ക് ഇഷ്ടപ്പെട്ട കാർ. ഇതൊക്കെ ന്യൂ അപ്ഡേറ്റിൽ വന്ന അപ്ഡേറ്റ്സാണ്. അപ്ഡേറ്റ് വന്നു. ഓക്കെ നമുക്ക് പോവാം. നമ്മളുടെ സിറ്റി ഇന്ത്യ IBD-CDയും ഡെവലപ്മെൻറ്റിലാണ്. പക്ഷേ ലോസ് ആൻഡോസ് ഭയങ്കര ഇതിൽ നിൽക്കുന്നതുകൊണ്ട് അവിടെ കുറേ വെപ്പൺസൊക്കെ ഉണ്ട്. നമ്മുടെ കയ്യിൽ പോലീസുകാരും കുറവാണ്. കാരണം പോലീസുകാർ എല്ലാവരെയും അവർ കൊന്നു. നമ്മളാണ് ഇനി എല്ലാവരെയും ഇത് ചെയ്യാൻ. ഇപ്പം 2 പോലീസുകാർ വന്നു. കാരണം ഇപ്പം നേരത്തെ ടെസ്റ്റൊക്കെ നടന്നായിരുന്നു മറ്റേ പോലീസ് ആവാനുള്ള. സാർ നമ്മുടെ പോലീസ് വണ്ടിയൊക്കെ വന്നു. അപ്പോൾ നമുക്ക് കോൺസ്റ്റബിൾ അണ്ണാടുത്തും കൂടി സംസാരിക്കാം. ഇതാണ് കോൺസ്റ്റബിൾ കേട്ടോ. അപ്പോൾ സാർ ഞാൻ ടെസ്റ്റ് എഴുതി. ഓക്കെ വെൽ ഡൺ. അപ്പോൾ ഇൻസ്പെക്ടർ സാർ പറഞ്ഞേക്കും നീ ശരിയായിട്ട് ചെയ്തിട്ടുണ്ട്. നീ പോലീസ് കാർഡും കിട്ടി. ശരി. അപ്പോൾ നിൻ്റെ റൂമെന്ന് പറയുന്നത് മേളിലത്തെ നിലയാണ്. പോയിക്കും ഇൻസ്പെക്ടർ സാർ. അപ്പോൾ ഞാൻ മേളിൽ പോയിട്ട് എൻ്റെ ജോലി തുടങ്ങട്ടെ. ഓക്കെ, നീ സ്പെഷ്യൽ സ്ക്വാഡ് ആയതുകൊണ്ടാണ് മേളിലത്തെ നില നിനക്ക്. സോ പോയി നിൻ്റെ ജോലി തുടങ്ങിക്കോ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ സാറ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് മേളിലത്താണ് റൂമെന്നാണ്. നമുക്ക് പോയി നോക്കാം. ഇത് വേറെ ലെവൽ റൂമാണ് കേട്ടോ. പോലീസുകാർക്ക് പോലും ഇത്രയും വലിയ റൂമില്ല. നമുക്കിവിടെ നിന്ന് ന്യൂസൊക്കെ കണ്ട് IBD-CDയിൽ ആരെ അറസ്റ്റ് ചെയ്യണമെന്ന് നോക്കാൻ വലിയൊരു TV, നല്ലൊരു ടീപ്പോ ഉണ്ട്, ഒരു ബെഞ്ച്, പിന്നെ 2 നല്ല ലാമ്പു, നമ്മുടെ സാധനമൊക്കെ വയ്ക്കാനൊരു മേശയെ തീർത്ത് കയറി കിടക്കുന്നു. വീട്ടിൽ പോയും വേണ്ട, ഇവിടെ കിടന്നങ്ങ് ഉറങ്ങിയാൽ മതി. എന്നിട്ടൊരു ഡസ്റ്റ്ബിൻ, നമുക്ക് ഫയലൊക്കെ എഴുതി പേപ്പറൊക്കെ കളയാൻ ഇരുന്ന് നോക്കാൻ നല്ലൊരു സെറ്റി. ഇനി പിന്നെ എന്തോ വേണം. അപ്പോൾ നമ്മുടെ ചാരപ്പണി ഇന്ന് ഇത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ അടുത്ത വീഡിയോസിലൊക്കെ നമ്മുടെ ചാരപ്പണി നന്നായിട്ട് നോക്കി തന്നിരിക്കും. അപ്പോൾ ഞാനൊരു പോലീസാണിപ്പോൾ. തൊപ്പി വെച്ചേക്കാം, പോലീസ് തൊപ്പി ഇല്ലെങ്കിലും
അപ്പോൾ സാർ ഇന്നത്തെ ജോലി ഇത്രയേ ഉള്ളൂ സാർ. കോൺസ്റ്റബിൾ സാർ, എനിക്ക് അറിഞ്ഞുകൂടാ, നീ ഇൻസ്പെക്ടർ എന്നത് ചോദിച്ചേ. ഇൻസ്പെക്ടർ സാർ, ഇന്നത്തെ ജോലി ഇത്രയേ ഉള്ളൂ സാർ. അതെ, ഇന്നത്തെ ജോലി ഇത്രയേ ഉള്ളൂ. പക്ഷെ നീ ഇന്ന് വീട്ടിൽ പോകണ്ടടാ. ഇന്ന് ഇവിടെ കിടന്നുറങ്ങിയാൽ മതി. ഇന്ന് നീ ടി വിയിലൊക്കെ നോക്ക്, ഇന്ത്യൻ ബൈക്ക് 3 അവരെന്തൊക്കെ അറസ്റ്റ് ചെയ്തെന്ന്. നീ നന്നായി നോക്കിയില്ലെങ്കിൽ നിന്നെ പിടിച്ച് പുറത്ത് കളയും, അത് മനസ്സിലാക്കിക്കോ. ശരി ചേട്ടാ. അയ്യോ ചേട്ടനല്ല, സോറി സാർ. കുഴപ്പമില്ലടാ, നീ ഇപ്പോൾ പോലീസല്ലേ, നീ ഇപ്പോൾ എന്താണ് ഞങ്ങളുടെ ചാരനാണ്, അപ്പോൾ കുഴപ്പമില്ല. ഓക്കെ സാർ, അപ്പോൾ ഓക്കെ സാറല്ലോ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ സാറ് പറഞ്ഞത് നമുക്ക് ഇന്ന് ഇവിടെ കിടന്നാൽ മതി എന്നാണ്. അപ്പോൾ കുഴപ്പമില്ല, നമുക്ക് ഇവിടെ തന്നെ കിടക്കാം. ഞാൻ പാർക്ക്. ഓക്കെ സാർ, ഞാൻ പോവാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് രാത്രിയാക്കാം, എന്നിട്ട് പോയി കിടക്കാം. 9. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഫൈനലി രാത്രിയായിട്ടുണ്ട്. ഇവിടുത്തെ ലൈറ്റൊന്നും കത്തുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഷോർട്ട് വീഡിയോ ആണ്. ഇനി അടുത്ത വീഡിയോയിലൊക്കെ നമ്മുടെ മിഷൻ ചെയ്യുന്ന നമ്മുടെ സിറ്റി ഇവിടുന്ന് നോക്കാൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് മിഷൻസൊക്കെ ചെയ്യാം. നമ്മുടെ കാർ താഴെ കിടപ്പുണ്ട്. അടുത്ത വീഡിയോയിൽ നമുക്കിനി എല്ലാ ആൾക്കാരെയും പിടിക്കാൻ ശ്രമിക്കാം. ഇതിൻ്റെ ഒരു 3-4 പാട്ടാകുമ്പോഴേക്കും നമ്മൾ GTA സിറ്റിയിലെത്തും ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ രാത്രിയിൽ ഇനി TV ഒന്നും നോക്കി ഇനി പഠിക്കുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. ലൈക്ക് ചെയ്യാം. ഇഷ്ടപ്പെട്ട എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക. അത് മാത്രമല്ല, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതാണെങ്കിലും ഉണ്ടെങ്കിൽ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. താങ്ക് യു.